പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 27 വെള്ളി. പ്രധാന വാർത്തകൾ. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായ മുഹറത്തിലെ ആദ്യ ദിനം ഇന്ന്. ഇസ്ലാമിക സമൂഹം 1447 ഹിജ്റ വർഷാരംഭത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഒമാനിൽ ഇന്നലെ ദുൽഹിജ്ജ 30 പൂർത്തിയാക്കിയാണ് ഇന്ന് മുഹറത്തിലേക്ക് കടക്കുന്നത്. ഇതര GCC രാഷ്ട്രങ്ങളിൽ ഇന്നലെയായിരുന്നു ഹിജ്റ വർഷാരംഭം. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമാണ് മുഹറം മാസത്തിനുള്ളത്. നിരവധി പ്രവാചകന്മാരെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച മാസമാണ് ഇത്. പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായി വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒമാനി സ്ത്രീയെയും ഒരു സിറിയൻ പൗരനെയുമാണ് പിടികൂടിയത്. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിച്ച ഈ വീഡിയോകൾ കുറ്റകരവും പൊതുമര്യാദയുമായി ബന്ധപ്പെട്ട ഒമാനി നിയമങ്ങൾ ലംഘിക്കുന്നതുമാണ്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ROP പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുത്തൈബിയിൽ ശക്തമായ കാറ്റും മഴയും. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് കാറ്റിന്റെ അകമ്പടിയോടെ മഴയെത്തിയത്. കാറ്റിന്റെ വീഡിയോ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അൽജർദ ഏരിയയിൽ കാറുകൾക്ക് ഒരുക്കിയ ഷെഡിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. മറ്റൊരു സ്ഥലത്ത് താൽക്കാലിക കെട്ടിടം തകർന്നു. ചിലയിടങ്ങളിൽ മരങ്ങൾ മറിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. മഴയ്ക്ക് പിന്നാലെ മുത്തൈബിയിൽ താപനിലയിൽ കുറവ് അനുഭവപ്പെട്ടു. മുസന്തം ഗവർണറേറ്റിലെ ദിപ്പ വിലായത്തിൽ പർവ്വത പ്രദേശത്ത് പാറയിടിഞ്ഞ് എക്സ്കവേറ്റർ ഡ്രൈവർ മരിച്ചു. വിദൂര പർവ്വത പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഖനനത്തിനിടെ പാറയിടിഞ്ഞു വീഴുകയായിരുന്നു. മുസന്തം ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാരമേറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു സ്ഥലത്ത് ജോലികൾ നടത്തിയിരുന്നത്. പാറയിടിച്ചിലിൽ ഉപകരണങ്ങളും സംഭവത്തിൽ തകർന്നു. അതേസമയം അപകടത്തിൽ മരിച്ചയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഹിജ്റ പുതുവർഷത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് പുതുവത്സര ആശംസകൾ കൈമാറി. സന്തോഷവും ദീർഘായുസ്സും നേരുന്നതായും പുതുവത്സരം നല്ലൊരു വർഷമാകട്ടെയെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന് കൂടുതൽ ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്നും കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ സുൽത്താനും ആശംസകൾ കൈമാറി. നല്ല ആരോഗ്യവും സന്തോഷവും ദീർഘായുസ്സും നേരുകയും സുൽത്താന് കീഴിൽ ജനത കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കട്ടെയെന്നും പുതുവത്സര ആശംസാ സന്ദേശത്തിൽ അറബ് നേതാക്കൾ അറിയിച്ചു. ഷർക്കിയ എക്സ്പ്രസ് വേ പദ്ധതിയുടെ ഭാഗമായുള്ള സൂർ അൽ കാമിൽ പാതയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി യാത്രയ്ക്കായി തുറന്നു നൽകി. നിലവിലെ പാത ഇരട്ടിപ്പിച്ചാണ് എക്സ്പ്രസ് വേയുടെ ഭാഗമാക്കിയത്. തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാത. അൽകാമിൽ മുതൽ സൂർ വരെയുള്ള 52 കിലോമീറ്ററും സൂർ റൗണ്ട് അബൌട്ടിൽ നിന്നും സൂർ പ്ലാസ വരെയുള്ള 3 കിലോമീറ്ററും ഇരുഭാഗങ്ങളിലേക്കും 2 വരി പാതയായി വികസിപ്പിക്കും. വ്യോമയാന സുരക്ഷയിൽ ആഗോളതലത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച് ഒമാൻ. സുരക്ഷാ പ്രവർത്തനങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയിലെ സുപ്രധാന നേട്ടങ്ങളാണ് ഒമാന്റെ മുന്നേറ്റത്തിന് കാരണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാൻ എഞ്ചിനീയർ നായിഫ് ബിൻ അലി അൽ അബ്രി വിശദീകരിച്ചു. അതോറിറ്റിയുടെ വാർഷിക സമ്മേളനത്തിലാണ് സുൽത്താനേറ്റിന്റെ നേട്ടം പ്രഖ്യാപിച്ചത്. ആഗോളത്തിൽ 5ാം സ്ഥാനമാണ് ഒമാനെന്നും അധികൃതർ അറിയിച്ചു. ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസിയുടെ കാർമ്മികത്വത്തിലായിരുന്നു സമ്മേളന പരിപാടികൾ. കാലാവസ്ഥാ മുന്നറിയിപ്പിനായുള്ള വെബ്സൈറ്റും മൊബൈൽ ആപ്പും ചടങ്ങിൽ ലോഞ്ച് ചെയ്തു. ജലാൻ ബനി ബു അലിയിൽ സ്ഥാപിച്ച പുതിയ നാവിഗേഷൻ റഡാറിന്റെ വിവരങ്ങളും അധികൃതർ വാർഷിക സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ മന്ത്രാലയം വിവിധ സർക്കാർ, സൈനിക, സുരക്ഷാ, സിവിൽ അതോറിറ്റി വിഭാഗങ്ങളുമായി സഹകരിച്ച് നടത്തിവന്ന ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായി. സ്വദേശികളും പ്രവാസികളും വിവിധ രാജ്യക്കാരായ വിദേശികളുമടക്കം 2013 പേരെ ഇതിനോടകം ഒമാന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു.
6 ഘട്ടങ്ങളിലായാണ് ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ പൂർത്തിയായത്. ഇറാൻ തുർക്കി വഴി കരവ്യോമയാന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇത്രയും പേരെ രക്ഷപ്പെടുത്തിയത്. മസ്കത്ത് വിമാനത്താവളത്തിലും ഖസബ് തുറമുഖത്തും ഊഷ്മള വരവേൽപ്പാണ് ബന്ധുക്കളും മറ്റ് അധികൃതരും നൽകിയത്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒമാനികളെയും മറ്റുള്ളവരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നത് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സുൽത്താനേറ്റിന്റെ തന്ത്രപരമായ ഒഴിപ്പിക്കൽ പദ്ധതിയിലെ നാഴികക്കല്ലാണ് ആളുകളെ എത്തിച്ചത്. യാത്രാ നടപടികൾ സുഗമമാക്കാൻ തുർക്കി അധികൃതർ നടത്തിയ ഏകോപനത്തെ പ്രശംസിക്കുകയാണെന്നും ഒമാൻ വ്യക്തമാക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുടെ ഒമാൻ ഘടകം സംഘടിപ്പിക്കുന്ന ടക്സ് മഞ്ഞപ്പട സൂപ്പർ കപ്പ് 2025 അൽ ഹൈലിലെ ഈഗിൾ സ്റ്റേഡിയത്തിൽ ഇന്ന് അരങ്ങേറും. ഒമാനിലെ മഞ്ഞപ്പട അംഗങ്ങൾക്ക് മാത്രം കളിക്കാൻ സാധിക്കുന്ന ഈ ടൂർണമെന്റിൽ കുമിൻസ് FC, സിറ്റി ട്രൈക്കേഴ്സ് FC, ഫൈൻഫീൽഡ് FC, ഗ്ലോബൽ ഫൈറ്റേഴ്സ് FC, പെർഫെക്റ്റ് എന്നീ പേരുകളിൽ 5ഓളം ഫ്രാഞ്ചൈസികളാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഫാമുകളുടെയും ഷാലറ്റുകളുടെയും വ്യാജ പരസ്യങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ഗവർണറേറ്റുകളിലുടനീളമുള്ള അറിയപ്പെടുന്ന ഫാമുകൾ, ഷാലറ്റുകൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ ബുക്കിംഗ് വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ആണ് തട്ടിപ്പ് സംഘം കൂടുതലായി പ്രചരിപ്പിക്കുന്നത്. നിലവിലില്ലാത്ത റിസർവേഷനുകൾക്കായി മുൻകൂട്ടി ഫണ്ട് കൈമാറാനായി ഈ പരസ്യങ്ങൾ തട്ടിപ്പ് സംഘത്തിന്റെ നമ്പറുകളും മറ്റുമാണ് നൽകുന്നത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാതെ ബാങ്ക് ട്രാൻസ്ഫറുകളിലൂടെയോ മൊബൈൽ ആപ്പുകളിലൂടെയോ പണമയച്ചു കഴിഞ്ഞാൽ പിന്നെ സംഘത്തിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിക്കില്ല. ബുക്കിംഗ് സ്ഥിരീകരണമോ മറ്റോ ലഭിക്കാതിരിക്കുമ്പോഴാണ് തട്ടിപ്പാണെന്ന് പലർക്കും മനസ്സിലാകുന്നത്. പണം സ്വീകരിക്കുന്നയാളുടെ ഐഡന്റിറ്റിയും സ്ഥാപനത്തിന്റെ ആധികാരികതയും പരിശോധിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തുക കൈമാറ്റം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ROP ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളും വ്യാജ വെബ്സൈറ്റുകളും മറ്റും ഉപയോഗിച്ച് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ROP. തട്ടിപ്പിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടതായി നിരവധി പേർ നേരത്തെ പരാതി നൽകിയിരുന്നു. ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിദിയ അൽ ഖാബിൽ വിലായത്തുകളിൽ നിന്നായി എത്യോപ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശി പൗരന്മാരായ 36 പേരെ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇബ്ര സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ പിടികൂടിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.